ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 3. ഷഹനാസ് IASന് പ്രിയ സിജീഷ് എന്ന വ്യക്തിയെ അറിയാമോ എന്നറിയില്ല. സിജീഷ് എന്നത് പ്രിയയുടെ ഭർത്താവിൻ്റെ പേരാണ്. മകളുടെ പേര് സിനി എന്നാണ്. ഒരു പ്രസാധക കമ്പനിയിൽ സിനി പാർട്ട്ണറാണ്. പറഞ്ഞു വരുന്നത്, പ്രിയയുടെ കളഞ്ഞു കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയിലെ പ്രിയയുടെ ഫോട്ടോയ്ക്ക് IASകാരിയുടെ മുഖസാദൃശ്യമുണ്ട്. 1986 ഏപ്രിൽ 9 പ്രിയ ജനിച്ചത്. ഷഹനാസിൻ്റെയും പിറന്നാൾ അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷഹനാസും പ്രിയയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ഏതൊക്കെ വകുപ്പിനുള്ളത് ഉണ്ടെന്ന് നിയമവിദഗ്ധർ പറയട്ടെ. ചെറിയൊരു തെളിവ് ആദ്യ കമൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇതിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയാസ് മലബാരി ഒരു കുറിപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. ഇതിൽ 9848 എന്ന് അവസാനം വരുന്ന നമ്പറിലേക്ക് 2023 പണം അയച്ചപ്പോൾ കാണിച്ചിരുന്ന പേരാണ് ഇതിലുള്ളത്. ഇപ്പോഴും അതേ നമ്പറാണ് അവർ ഉപയോഗിക്കുന്നത്. പേരിൽ പക്ഷേ മാറ്റമുണ്ട്. അപ്പോൾ 2023 അയച്ചപ്പോൾ അത് പ്രിയ സിജീഷ് എന്നാണ് കാണിക്കുന്നത്. ഗൂഗിൾ പേ നെയിം അല്ലെങ്കിൽ UPI ID എന്നുള്ളിടത്ത് ഷഹനാസ് M34@OKAxis എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷഹനാസ് ഒരു ആൾമാറാട്ട ജിഹാദിൻ്റെ വാക്താവാണ്. ഇതിലൂടെ എന്താണ് ഈ ആൾമാറാട്ട ജിഹാദ് നടത്തിയിട്ട് ഷഹനാസ് ലക്ഷ്യം വെക്കുന്നത്? ഷഹനാസിന് പാകിസ്ഥാനിൽ നിന്നുള്ള കോടികളുടെ ധനസഹായം ഷഹനാസിന് ലഭിക്കുന്നുണ്ട് ഈ ആൾമാറാട്ട ജിഹാദിന് ഭാഗമാകുന്നത്, നേതൃത്വം നൽകുന്നതിലൂടെ. മനസ്സിലായില്ലേ? ഈ ആൾമാറാട്ട ജിഹാദിലൂടെ ഷഹനാസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഒന്ന് മാത്രമാണ്. ഈ ദുബൈ UAE-യിൽ ഈ പറയുന്ന ഹിന്ദുക്കൾ ക്രിമിനൽ പ്രവർത്തികളിൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ദുബൈയിൽ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ നിരന്തരമായിട്ട് ദുബൈയിൽ വന്നുകൊണ്ട് UAE-യിൽ വന്നുകൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വ്യാജ ഹിന്ദു പേരുകളിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കി അതിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിനെ വലിയ രീതിയിൽ വേട്ടയാടുവാൻ അല്ലെങ്കിൽ അവരെ ദുബൈയിലേക്ക് കടക്കുന്നതിൽ നിന്ന് ബാൻ ചെയ്യുവാനൊക്കെയുള്ള ഒരു വലിയ ശ്രമങ്ങൾ ഈ പറയുന്ന ഷഹനാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അതല്ലെങ്കിൽ ദുബൈയിലിരിക്കുന്ന ഷഹനാസിന് എന്തിനാണ് ഇത്തരത്തിൽ പ്രിയ സജീഷും സിനിയുമൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യമെന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഷഹനാസ് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഷഹനാസിൻ്റേത് ആൾമാറാട്ട ജിഹാദാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി ഷഹനാസിൻ്റെ ദുബൈ അക്കൗണ്ടുകളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും. ആ അക്കൗണ്ടുകൾ വഴി എവിടെ നിന്നൊക്കെയാണ് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമാണോ ഹിന്ദുവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഷഹനാസ് വേട്ടയാടിയത് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രിയ സജീഷ് എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ, ലൈസൻസുകൾ, വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ വിലസുന്ന വ്യക്തി ആരാണ്? പ്രിയ സജീഷും ഈ പറയുന്ന പ്രിയ സജീഷും MA ഷഹനാസും ഒരേ വ്യക്തിയാണെന്ന് തെളിവുകൾ നമ്മളോട് പറയുമ്പോൾ, അപ്പോൾ എന്തിന് ഷഹനാസ് പ്രിയ സജീഷ് എന്ന് പറയുന്ന പേരിൽ വ്യാജ IDകൾ ഉണ്ടാക്കി? ലൈസൻസ് ആണെങ്കിലും എങ്ങനെയാണ് പ്രിയ സജീഷ് എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണവും നിയമവിദഗ്ധരുടെ ഇടപെടലുകളും ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ മോശക്കാരനാക്കി, ക്രിമിനലാക്കി, ലൈംഗിക വൈകൃതമുള്ളവനാക്കി ചിത്രീകരിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണോ ഈ ആൾമാറാട്ട ജിഹാദിലൂടെ നടത്തുന്ന കാര്യങ്ങളാണോ എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത്. അല്ലേ? അപ്പോൾ
ഷഹനാസ് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മറക്കുന്നുണ്ട്, മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷഹനാസ് 2020 ഒരു വാർത്താ സമ്മേളനത്തിൽ അങ്ങ് പറയാനും പറഞ്ഞും പോയി. ഇതാണെങ്കിൽ മാറ്റി പറയാനും പറ്റൂല. കാരണം ഈ സാധനങ്ങളൊക്കെ എല്ലാ ക്ലിപ്പുകളും ഒന്നാമത് ന്യൂസ് ചാനലുകളുടെ ആർക്കൈവിലൊക്കെ ഈ ക്ലിപ്പുകൾ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നുമുണ്ട്. അപ്പോൾ പറയാൻ 2020 ഡൽഹിയിലെ കർഷക സമരം നടക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം കോഴിത്തരം കാണിച്ചു എന്ന് പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് പെടക്കോഴി അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. 2021 22 23 24 25 എല്ലാ സമയത്തും പെടക്കോഴി അങ്ങോട്ട് കയറി രാഹുലിനോട് ഹെഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ നിരവധി തവണ ചോദിച്ചതാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പ്രിയ സജീഷ് എന്ന പേരിലും ഒക്കെ ഐഡികൾ ഉണ്ടാക്കി, പക്ഷെ ഐഡികളിൽ ഉള്ള ആളുകളുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതേ ഷഹനാസിൻ്റെ അതേ ഫോട്ടോയാണ്. ഷഹനാസിൻ്റെയും ഈ പറയുന്ന ആളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒരേ ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത്, അല്ലേ? കാരണം വ്യാജരേഖയുണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി, ആരുണ്ടാക്കി കൊടുത്തു, എങ്ങനെ അത് സംഘടിപ്പിച്ചു, എന്താണ് ഇത് ഉണ്ടാക്കാനുണ്ടായ കാരണം എന്താണ്, ഇതൊക്കെ അറിയണമല്ലോ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ എം.എ. ഷഹനാസ് എന്ന് പറയുന്നയാൾ അത്രമാത്രം വലിയ എന്തെങ്കിലും ഇൻ്റർപോൾ തലക്ക് വിലയിട്ട ഏതെങ്കിലും ക്രിമിനലാണോ? അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന എയർപോർട്ടുകൾ വഴിയുള്ള യാത്രകളൊന്നും സാധ്യമാകില്ല. ഇനി പാസ്പോർട്ടും അതേ രീതിയിൽ പ്രിയ സജീഷ് എന്ന പേരിലാണോ? എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇപ്പം ലൈസൻസിലെ ഫോട്ടോയിൽ പേര് പ്രിയ സജീഷും ഈ പറയുന്ന ആളുടെ ഫോട്ടോ ഈ പറയുന്ന രീതിയിൽ ലൈസൻസിൽ പ്രിയ സജീഷ് എന്നല്ല ലൈസൻസിലുള്ളത്, ലൈസൻസിൽ സിനി എന്നാണ് പേരുള്ളത്, ഫോട്ടോ ഉള്ളത് ഷഹനാസിൻ്റേതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? അതും എനിക്ക് മനസ്സിലാവാത്തത് UAE ലൈസൻസിൽ സിനി എന്ന പേരിൽ സിനി എന്ന പേരിൽ M.A. ഷഹനാസിൻ്റെ ഫോട്ടോ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി നമ്മളൊക്കെ അറിയാത്ത M.A. ഷഹനാസിന് ഒരു ഇരട്ട ഉണ്ടോ, ഇരട്ട സഹോദരി ഉണ്ടോ എന്നുള്ളത് കൂടി അറിയണം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് വരും. ഇനി അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പറയേണ്ടത് ഷഹനാസാണ്, അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകളെ പറ്റിക്കുകയും പച്ച നുണകൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും അധിക്ഷേപങ്ങളും വ്യക്തിഹത്യകളും നടത്തുക മാത്രമല്ല, വ്യാജ വ്യാജ രേഖകൾ ഉണ്ടാക്കി അതിലൂടെ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ രാജ്യവിരുദ്ധമായ ദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ഈ ഷഹനാസ് ഏർപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഇനി ചെയ്യേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബൈ CBDയിലുള്ള ഷഹനാസിൻ്റെ അക്കൗണ്ട്, ഇനി ദുബൈയിലെ മറ്റ് ഏതെങ്കിലും ബാങ്കിൽ ഷഹനാസിന് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകളിലേക്കൊക്കെ വരുന്ന പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതല്ലാതെയുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ ഒക്കെ വലിയ അന്വേഷണം നടത്തേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യം, ഇതേ കാരണങ്ങൾ കൊണ്ടായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കരുവാക്കിയത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൂശിച്ചത്? രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് നേതൃത്വം നൽകാൻ കാരണം ഇതേ കാരണങ്ങളായിരിക്കുമോ എന്നുള്ളതാണ്. കാരണം ആവാൻ സാധ്യതകളുണ്ട്, അല്ലേ? എന്താണെങ്കിലും ഷഹനാസ് വലിയ ഫ്രോഡാണ്, പക്ക ഫ്രോഡാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പം അങ്ങനെയുള്ള ഫ്രോഡായ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും ശുദ്ധ അസംബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അല്ലേ? കാരണം ഷഹനാസ് ഇപ്പോൾ ഈ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവുകൾ പുറത്ത് വിട്ടിട്ടില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി തെളിവുകൾ ഉണ്ടെങ്കിലും ഷഹനാസ് ഈ പറയുന്ന കാലയളവിന് ശേഷവും
രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് 5 വർഷത്തോളം വളരെ ദൃഢമായ ശക്തമായ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളതാണ്. ആ ബന്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുതുക്കിയിട്ടുണ്ട്. രാഹുലുമായിട്ടുള്ള നിരന്തരം കോണ്ടാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഷഹനാസ് ചെയ്തത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സ്വാഭാവികമായിട്ടും, അല്ലേ? അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ ഈ 2020 ശേഷം ഷഹനാസ് രാഹുലുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ 2020 ശേഷം നിരന്തരമായ കോണ്ടാക്റ്റുകളും റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് ഷഹനാസ് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും നമുക്കാർക്കും വേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെയല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്നാണെങ്കിൽ അതിനുള്ള തെളിവുകൾ ഷഹനാസ് പുറത്തേക്ക് വിടണം. അപ്പോഴും ഈ സിനി എന്ന പേരിൽ ഷഹനാസിൻ്റെ ഫോട്ടോ വെച്ച് ലൈസൻസ് ഉണ്ടാക്കിയ വ്യക്തിക്ക് ഇനി തെളിവുകൾ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടി വരും, അല്ലേ? കാരണം ഒരു വ്യാജരേഖ ഉണ്ടാക്കിയ വ്യക്തിക്ക് മറ്റൊരാളുടെ പേരിൽ ഇപ്പോൾ ഈ പറയുന്ന വാട്സപ്പ് ചാറ്റുകളോ സോഷ്യൽ മീഡിയ ചാറ്റുകളോ എന്ത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് പുഷ്പം പോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഷഹനാസ് എന്താണെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വരുമ്പോൾ എവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്നിട്ട് അവൻ കോഴിയാണ്, അവൻ കോഴിയാണ്, അവൻ പൂവൻ കോഴിയാണ്, അവനെ ഞാൻ നിലക്ക് നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ള വാക്കുകൾ മാത്രം പോരാ, ആധികാരികമായ തെളിവുകൾ കൂടി ഷഹനാസ് വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലോ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലോ വെച്ചില്ലെങ്കിലും ഷഹനാസ് ഇതൊക്കെ കോടതിയിൽ വെക്കേണ്ടി വരും, അല്ലേ? കോടതിയിൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ വെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷഹനാസ് എന്തായാലും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലേ? കോടതിയിൽ ഷഹനാസിന് ഇനി പോവാതിരിക്കാൻ പറ്റൂലല്ലോ. വക്കീൽ നോട്ടീസ് പോയിട്ടുണ്ടല്ലോ, കോടതി കയറേണ്ടി വരുമല്ലോ, അഭിഭാഷകനെ വെക്കേണ്ടി വരുമല്ലോ, കോടതിയിൽ മറുപടികൾ അതിനുള്ള തെളിവുകൾ വെക്കേണ്ടി വരും, മെറ്റീരിയൽ എവിഡൻസുകൾ വെക്കേണ്ടി വരും. അത് വെക്കുമ്പോൾ ഈ തരത്തിൽ ലൈസൻസ് ഉണ്ടാക്കിയതുപോലെ ആവരുത് ഈ തെളിവുകൾ വെക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഷഹനാസ് ഒരു പക്ക ഫ്രോഡാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കും ഇല്ല.